ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 19-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 19-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം സങ്കേത പട്ടണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ആദ്യം വായിക്കുന്നത്. ഇത് നമ്മൾ ഇതിനു മുമ്പുള്ള സംഖ്യാപുസ്തകത്തിൽ നമ്മളിത് കണ്ടതാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ആരെങ്കിലും യാദർച്ഛിക ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നാൽ, മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ അവൻ പ്രവർത്തിച്ചിട്ട് ഒരാൾ മരിക്കേണ്ട സാഹചര്യം വന്നാൽ അവൻ ഓടി വന്ന് രക്ഷപ്പെടാനുള്ള ഒരു സങ്കേത സ്ഥലമാണ് സങ്കേത പട്ടണം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു മരം വെട്ടാൻ പോയി, കോടാലി അറിയാതെ കയ്യിൽ നിന്ന് പോയി അടുത്ത് നിന്ന ഒരുവൻ്റെ മേൽ പതിച്ച് അവൻ മരിക്കേണ്ട സാഹചര്യം വന്നാൽ ആ മഴ ഉപയോഗിച്ച് ആളിന് ഓടി രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ആ മരിച്ചവൻ്റെ ബന്ധുക്കൾ വന്ന് ഇവനെ കൊന്നുകളയും. അവനത് മനഃപൂർവ്വം ചെയ്തതല്ല, കയ്യബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. അപ്പം അങ്ങനെയുള്ളവൻ വധിക്കപ്പെടേണ്ട കാര്യമില്ല. ആർക്കും കയ്യബദ്ധം പറ്റാവുന്നതാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പട്ടണമാണ് സങ്കേത പട്ടണം എന്ന് പറയുന്നത്. എന്നാൽ ഒരുവൻ മനഃപൂർവ്വമാണ് ഒരുവനെ വധിക്കുന്നതെങ്കിൽ അവന് ഒരിക്കലും ശിക്ഷ ഇളച്ചു കൊടുക്കാൻ പാടില്ല. അവൻ അതിനനുസരിച്ചുള്ള ശിക്ഷ ഏറ്റുവാങ്ങണം. അവനും വധിക്കപ്പെടേണ്ടവനാണ്. എന്നാൽ അങ്ങനെ ഒരുവൻ മുഖാന്തരം ഒരുവൻ മരിച്ചാൽ ആ വധിച്ചവൻ്റെ പേരിലെ സാക്ഷികളുണ്ടാവണം. ഒരു സാക്ഷി പോരാ. കാരണം അവനുള്ള വ്യക്തിവിരോധം കൊണ്ട് പറയുന്നതാണോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടില്ല. അതുകൊണ്ട് 2-3 സാക്ഷികളുടെ മൊഴി അനുസരിച്ച് മാത്രമേ അവനെ കുറ്റക്കാരനായി വിധിക്കുകയും അവനെ ശിക്ഷിക്കുകയും ചെയ്യാവൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്, ആധുനിക യുഗത്തിലും ഈ കാലത്തും കോടതി പോലും ഒരാളെ ശിക്ഷിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിക്കാറുണ്ട്. അബദ്ധവശാൽ യാദർച്ഛിക സംഭവിച്ച ഒരു കൊലപാതകമാണെങ്കിൽ കോടതി ശിക്ഷ വളരെ ചെറുതായിരിക്കും. എന്നാൽ മനഃപൂർവ്വം ചെയ്യുന്നതായ ആ കൊലപാതകത്തിന് ശിക്ഷ കൂടുതലാണ്. പുതുനിയമവുമായി ഇതിനെ ബന്ധിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതായ പാപപ്രവർത്തികളാണ്. യാദർച്ഛിക നമുക്ക് ചിലപ്പോൾ പാപം ചെയ്യേണ്ടി വന്നേക്കാം. മനഃപൂർവ്വമല്ലാത്ത ചില പാപങ്ങളുണ്ട്. എന്നാൽ ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബ്ലേഡ് ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കത്തി ഇരിക്കുന്ന ഒരു കൊച്ചുകുട്ടി വന്ന് ആ കത്തി ചോദിക്കുമ്പോൾ അത് കാക്ക കൊണ്ടുപോയി അല്ലെങ്കിൽ അത് കളഞ്ഞു പോയെന്നും പറഞ്ഞ് നമ്മളത് അവിടെ നിന്ന് മാറ്റിവെക്കും. എന്തിനാണ്? ആ കുട്ടിക്ക് അതുകൊണ്ട് കുട്ടിക്കതെങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് അതറിഞ്ഞുകൂടാ. അത് അവൻ്റെ കയ്യിൽ കൊടുത്താൽ അവന് അത് ദോഷമായി ഭവിക്കുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പക്ഷെ നമ്മൾ പറഞ്ഞത് കള്ളമാണ്. അത് ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി, കുട്ടിക്ക് അബദ്ധം വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞൊരു കള്ളമാണ്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ചില സാങ്കേതികമായ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ മനഃപൂർവ്വം നമ്മളൊരാളെ കൊല്ലുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണെന്ന് നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം നമുക്ക് പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടും നമ്മൾ വീണ്ടും ആ കൊലപാതകം ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ ദ്രോഹിക്കുന്നുവെങ്കിൽ അതിന് തീർച്ചയായും നമുക്ക് ശിക്ഷ ലഭിക്കേണ്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പുതുനിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള അപവാദങ്ങൾ, അവർ മനസ്സറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞു വരുത്തുമ്പോൾ വാസ്തവത്തിൽ അവരെ നമ്മൾ കൊല്ലുന്നതിന് തുല്യമാണത്. മാനസികമായി അവരെ നമ്മൾ വധിക്കുകയാണ്, അവരെ നമ്മൾ തകർക്കുകയാണ്. പറയുന്ന ആളുകൾക്ക് ചില സന്തോഷവും ഒരു പക്ഷേ ആ സമയത്ത് തോന്നിയേക്കാം. പക്ഷെ ആരെക്കുറിച്ച് പറയുന്നുവോ ആ ആളിനെക്കുറിച്ചുള്ള വാസ്തവം അറിയാതെ നമ്മൾ അവനെക്കുറിച്ച് അപവാദം പറയുമ്പോൾ അത് വലിയ ഒരു പാപമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് ഇത് തന്നെയല്ലേ എന്നൊന്ന് ചിന്തിക്കുക. സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ നമ്മളിന്ന് ചെയ്യുന്നത്, ഒരാളുടെ വിരോധം തോന്നിയാൽ ആളെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കാനുള്ള വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളും എഴുത്തുകളും നമ്മൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു വ്യക്തിയെ എങ്ങനെ മാനസികമായി തകർക്കാം, അല്ലെങ്കിൽ അവനെയും അവൻ്റെ കുടുംബത്തെയും അവനുമായി ബന്ധപ്പെട്ടവരെയൊക്കെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ഒരു പ്രവണത, അത് തീർച്ചയായും പൈശാചികമായ ഒരു മനോഭാവമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അതുണ്ടാവണം, അതാണ് നമുക്ക് വളർച്ചയ്ക്കത് മുഖാന്തരമാണ്. എന്നാൽ അത് ക്രിയേറ്റീവ് ആയിരിക്കണമെന്ന് പറയാറില്ലേ, അത് ഡിസ്ട്രക്റ്റീവ് ആവാൻ പാടില്ല. ഒരു വ്യക്തിയെ അത് നശിപ്പിക്കുന്ന രീതിയിലാവാൻ പാടില്ല. അവനെ നമുക്ക് തിരുത്താനുള്ള ഒരു കാരണമായിട്ട് അത് മാറ്റാൻ ഒരു പക്ഷേ നമുക്ക് സാധിക്കും. പക്ഷെ അത് നമ്മൾ പറയുന്ന രീതി, പറയുന്ന ടോണ്, പറയുന്ന വാക്കുകൾ, ഇതൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടെ എഹെസ്കേൽ പ്രവചനം 3:17 പ്രവാചകനോട് യഹോവയായ ദൈവം പറയുന്നുണ്ട്, ഒരു പാപി പാപം ചെയ്യുമ്പോൾ നീ അവനെ തിരുത്തണം. നീ അവനെ തിരുത്തുന്നില്ലെങ്കിൽ അവൻ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. കാരണം നീ ഇസ്രായേലിൻ്റെ കാവൽക്കാരനാണ്. നമ്മളും ഈ സമൂഹത്തിലെ കാവൽക്കാരാണ്. ഒരാൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ ആളെ സ്നേഹബുദ്ധിയ അവരെ തിരുത്താൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അവരെ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല, അത് ദൈവീകമല്ല എന്ന് നമ്മളിപ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇന്ന് സഭയിലായാലും സമൂഹത്തിലായാലും എല്ലായിടത്തും ഇന്ന് നടക്കുന്നത് വ്യക്തിഹത്യയാണ്. ഇനിയും അതിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇതാണ്, ഒരുവന് ദ്രോഹം ചെയ്താൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, ജീവന് പകരം ജീവൻ. അപ്പോൾ പകരത്തിന് പകരം ചെയ്യുക എന്നുള്ളതാണോ അവിടെ ഉദ്ദേശിക്കുക? ഒരിക്കലും മോശ ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരുവൻ അടിച്ച് ഒരുവൻ്റെ കണ്ണ് കളഞ്ഞാൽ നിനക്ക് അവരുടെ പ്രതികാര ബുദ്ധി തോന്നി അവൻ്റെ ഒരു കണ്ണ് മാത്രമേ നിനക്ക് കളയാൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ 2 കണ്ണ് കളയാനോ അവനെ കൊല്ലാനോ ഒക്കത്തില്ല. ഒരുവൻ അടിച്ച് ഒരുവൻ്റെ പല്ല് കളഞ്ഞാൽ അവൻ്റെ ഒരു പല്ലേ നിനക്ക് കളയാൻ അവകാശമുള്ളൂ. 2 പല്ലോ അല്ലെങ്കിൽ അവൻ്റെ മുഴുവൻ പല്ലോ അല്ലെ അവനെ കൊല്ലാനോ നിനക്ക് അവകാശമില്ല. പാപം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു ക്രമീകരണമായിട്ട് ഇതിനെ വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അല്ലാതെ അപ്രകാരം ചെയ്യണമെന്നുള്ള ഇതിലല്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രതികാരമേ പാടില്ല എന്നാണ്. ഒരു ചെകിട് താടിക്കുന്നവനെ മറു ചെകിട് കാണിച്ചു കൊടുക്കുക. ഒരു നാഴിക വഴി പോകാൻ നിന്നോട് ആവശ്യപ്പെടുന്നവൻ 2 നാഴിക അവനോട് ചേർന്ന് നീ നടന്നവനെ സഹായിക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമകാലത്ത് നമുക്കറിയാം, ദൈവികമായ വെളിപ്പെടുത്തൽ പൂർണ്ണമായും മനുഷ്യന് ലഭിക്കാത്തല്ല, അതേ രീതിയിൽ മനസ്സിലാക്കാത്തൊരു കാലഘട്ടങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മളിന്ന് ജീവിക്കുന്നത് പുതിയ നിയമ യുഗത്തിലാണ്. പകരത്തിന് പകരം ചെയ്യുക എന്നുള്ളത് ദൈവികമല്ല, അത് പൈശാചികമാണ്. കാരണം നമ്മുടെ കർത്താവ് തന്നെ ക്രൂശിച്ചവരെ നോക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമുക്ക് മാതൃക. പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ. കാരണം കർത്താവിന് തോന്നി അവരുടെ അറിവില്ലായ്മയിൽ നിന്നാണ് അവർ തന്നെ ക്രൂശിക്കുന്നതെന്ന്. കാരണം നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അറിവുള്ളവൻ, വിവേകമുള്ളവൻ ഒരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുകയോ വേദനിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യുകയില്ല. പക്ഷെ നമ്മുടെ വിവേകക്കുറവാണ്, അറിവില്ലായ്മയാണ് പലപ്പോഴും അങ്ങനെ ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ, ദൈവികമായ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാനും അപ്രകാരം മറ്റുള്ളവരോട് സഹവസിക്കുവാനും ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.